ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് ബാർക്കോൻ്റെ HDRനെ പറ്റിയാണ്. HDR എന്ന് പറഞ്ഞാൽ ഹൈ ഡൈനാമിക് റേഞ്ച് സിസ്റ്റത്തിനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ബാർക്കോ HDR എന്ന് പറയുമ്പോൾ അതൊരു ഇന്നോവേറ്റഡ് ടെക്നോളജിയാണ്. നമ്മളത് കൊണ്ടുവന്ന് തിയേറ്ററിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ പുതിയ പ്രൊജക്ടർ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അതിനുവേണ്ടി പ്രത്യേകം കണ്ടൻറ്റ് വേണം, പുതിയ സെറ്റപ്പ്, പുതിയ സ്ക്രീൻ, അങ്ങനെ വലിയൊരു ഒരു പണം മുടക്കി പരിപാടിയാണ്. നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്ത് ഇറക്കിയിട്ട് വേണം ഈ പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ ക്രിസ്റ്റി ഇപ്പോൾ ഒരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് കഴിഞ്ഞ മാർച്ചിൽ അവർ കൊണ്ടുവന്നതായിരുന്നു. ഞാനത് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് വെച്ചാൽ എനിക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ക്രിസ്റ്റിന്ന് ആവശ്യമായിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് ഇൻഫർമേഷൻസും അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എന്തായാലും കേരളത്തിലുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി എന്തായാലും അത്രയും വലിയ അറിവുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും അത് ഓഗസ്റ്റിൽ വരാൻ പോകുന്ന നമ്മളുടെ ചെന്നൈയിൽ നടക്കാൻ പോകുന്ന ബിഗ് സിനിമ എക്സ്പോയിലേക്ക് അത് കൊണ്ടുവരും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ VDR എന്നാണ് ഈ ടെക്നോളജിയുടെ പേര്. ഇപ്പോൾ നമ്മൾ HDR എന്ന് പറയുന്നത് ഹൈ ഡൈനാമിക് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ VDR എന്ന് പറയുന്നതിനെ വാരിയബിൾ ഡൈനാമിക് റേഞ്ച് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ക്രിസ്റ്റി VDR ഇതാണ് എൻ്റെ പരിപാടി. ബാർക്കോ HDR എന്ന് പറയുന്ന പോലെ തന്നെ ക്രിസ്റ്റിയുടെ VDR എന്ന് പറയുന്ന ടെക്നോളജി. ഈ ടെക്നോളജിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു പുതിയ പ്രൊജക്ഷൻ മെത്തേഡോ കാര്യങ്ങളോ അല്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒന്നും തന്നെ മേടിച്ച് തിയേറ്ററിൽ കൊണ്ട് വെക്കേണ്ട, പ്രൊജക്ടർ മാറ്റേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ VDR എന്ന് പറഞ്ഞുള്ളത് ഒരു പാറ്റൻറ്റഡ് ടെക്നോളജിയാണ്. അതായത് ക്രിസ്റ്റി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ VDR എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറെ പ്രൊജക്ടറുകളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ക്രിസ്റ്റിയിൽ മാത്രമേ പറ്റുള്ളൂ. അതും ക്രിസ്റ്റിയുടെ സെലക്റ്റഡ് മോഡൽസിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനി ലൈഫ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള RGB ലേസർ, പ്യുവർ ലേസർ പ്രൊജക്ടറുകളുണ്ടല്ലോ, അതിനകത്തൊക്കെ ഇത് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം, ഇത് നമ്മളുടെ ലേസർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ 32%, അതായത് ഇറ്റ്സ് റിഡ്യൂസ് ലേസർ പവർ കൺസപ്ഷൻ ബൈ 32% ആൻഡ് ഇൻക്രീസ് ലേസർ ലൈഫ് ടൈം ബൈ 50 to 70%. അതായത് 32%, ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റിൻ്റെ 32% കുറച്ച് ഇട്ടിട്ട്, അത്രയും കുറച്ചിട്ട് പവർ കുറച്ചിട്ടിട്ട് നമുക്കിതിൻ്റെ വെളിച്ചം മീൻസ് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. അതിന് പ്രത്യേകം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലേ അത് പറ്റുള്ളൂ. അതെങ്ങനെ ചെയ്യാന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അപ്പോൾ നമുക്ക് 32%, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ തിയേറ്ററിൽ ഒരു 90%-ലോ അല്ലെങ്കിൽ 80%-ലാണ് നമ്മുടെ ലേസർ ഇട്ട് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് 32%-ലേക്ക് വീണ്ടും, ഐ മീൻ ഈ 80-ന്ന് അല്ലെങ്കിൽ 90-ന്ന് 32% കുറച്ച് നമുക്ക് ലേസർ ഇടാൻ പറ്റും. അങ്ങനെ ഇട്ടാളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊജക്ടറിൻ്റെ ലൈഫ് ടൈം, അതായത് പ്രൊജക്ടർ വർക്ക് ചെയ്യുന്ന ഈ ലേസറിൻ്റെ കാലാവധി ഒരു 10 വർഷമൊക്കെയാണ് കാലാവധി എന്നുണ്ടെങ്കിൽ അതൊരു 15 വർഷമായിട്ട് കൂടുതലായിട്ട് കിട്ടും. അതായത് ഒരു 50 മുതൽ 70% വരെ നമുക്ക് ലേസറിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അതായത് 10-15 വർഷത്തേക്ക് വേറെ ഒന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് ക്രിസ്റ്റി പറഞ്ഞു വരുന്നതിൻ്റെ രത്നച്ചുരുക്കം. ഇതിൽ ഇറ്റ് ഇൻക്രീസസ് ദ ഡീറ്റെയിൽസ് ഇൻ ഡാർക്ക്നെസ് സീൻസ് വിത്ത് ഡീപ്പർ ബ്ലാക്സ്. അതായത് HDR ബൈ ബാർക്കോയിൽ ഉപയോഗിക്കുന്നത് ഈ സെയിം പരിപാടി. അതായത് ഈ ഡാർക്കർ സീനുകളൊക്കെ, ബ്ലാക്ക് സീനുകളൊക്കെ വരുമ്പോൾ സാധാരണ ഇതിൽ നോർമൽ പ്രൊജക്ടറിനകത്ത് നമ്മൾ പടം കാണുമ്പോൾ ബ്ലാക്ക് സീൻ എന്ന് പറഞ്ഞൊരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് വരിക. ബ്ലാക്ക് ആയിട്ട് കാണാറില്ല. അത് ബ്ലാക്ക് ആയിട്ട് തന്നെ വരണമെന്നുണ്ടെങ്കിൽ HDR കണ്ടന്റിലാണ് അത് കിട്ടുക, ഹൈ ഡൈനാമിക് റേഞ്ചിലാണ് കിട്ടുക. ഇതിലും ഈ പറഞ്ഞ VDRലും അങ്ങനെ കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഡെമോ ഞാൻ കണ്ടിട്ടില്ല, ട്രെയിനിങ് കഴിഞ്ഞു, പക്ഷേ ഡെമോ ഞാൻ കണ്ടിട്ടില്ല. ഡെമോ കണ്ടാലും അത് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ HDR ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു പോയിൻ്റാണ്. അതായത് HDR വെക്കുന്നതിന് പകരം വേണമെങ്കിൽ ഇത് VDR വേണമെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ ഓൾറെഡി ക്രിസ്റ്റിയുടെ സിനി ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ സീരീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നാണ് ക്രിസ്റ്റി പറയുന്നത്. സിനി ലൈഫ് പ്ലസിലും, സിനി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. സോളാരിയ സീരീസിൽ പറ്റില്ല, ഞാനിപ്പോൾ തന്നെ പറയാം. എൻ്റെ തിയേറ്ററിൽ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ്, അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ക്രിസ്റ്റിയുടെ സിനി ലൈഫ് എന്ന് പറഞ്ഞ മോഡൽ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്റ്റിക്ക് വേറൊരു മോഡൽ കൂടി ഉണ്ട്, സോളാരിയ എന്ന് പറഞ്ഞിട്ട്, പഴയ മോഡലാണ്. അതിപ്പോൾ നിർത്തി പറയുന്നില്ല. അപ്പോൾ ആ സോളാരിയ ഉള്ളവർക്കൊന്നും ഇത് പറ്റില്ല. സിനി ലൈഫ് പ്യുവർ ലേസർ ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അത് ഞാൻ വീണ്ടും പറയണം. VDR അച്ചീവ് അപ് ടു 60,000:1
സീക്വൻഷ്യൽ കോൺട്രാസ്റ്റ് വെൻ combined വിത്ത് UHC അൾട്രാ ഹൈ കോൺട്രാസ്റ്റ് ലെൻസ് വിത്ത് HDR കണ്ടൻറ്റ്. അതായത് 60,000:1 സീക്വൻഷ്യൽ കോൺട്രാസ്റ്റ് നമുക്ക് വെളിച്ചം സ്ക്രീനിലേക്ക് അത്രയും വെളിച്ചം കിട്ടും. അതായത് 60,000:1 എന്നൊക്കെ പറയുമ്പോൾ നിയർലി ഒരു ഡോൾബി സിനിമയുടെ ഒക്കെ ക്വാളിറ്റി ആ ലെവലിലേക്കുള്ള വെളിച്ചം സ്ക്രീനിലേക്ക് കിട്ടും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ UHC അൾട്രാ ഹൈ കോൺട്രാസ്റ്റ് ലെൻസ് ഉപയോഗിക്കണം. UHC എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് ഉണ്ട് ക്രിസ്റ്റിക്ക്. ഈ ബാർക്കോയിൽ HC ലെൻസ് ഉണ്ട്, ഹൈ കോൺട്രാസ്റ്റ് ലെൻസ് ഉണ്ട്. പിന്നെ HB ലെൻസ് ഉണ്ട്, ഹൈ ബ്രൈറ്റ്നസ് ലെൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്റ്റിയിൽ UHC എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് ഉണ്ട്. അതായത് അൾട്രാ ഹൈ കോൺട്രാസ്റ്റ് ലെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് ഉണ്ട്, പ്ലസ് HDR കണ്ടൻറ്റും വേണം. അവിടെയാണ് ഇതിലേറ്റവും വലിയൊരു പ്രശ്നം. ക്രിസ്റ്റിയുടെ നിലവിൽ HDR അവൈലബിൾ ആയിട്ടുള്ളത്, HDR കണ്ടൻറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ബാർക്കോയിൽ മാത്രമാണ്. ക്രിസ്റ്റി ഇതുവരെ HDR പരിപാടികൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ 60,000:1 സീക്വൻഷ്യൽ കോൺട്രാസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDR കണ്ടൻറ്റ് വേണം. HDR കണ്ടൻറ്റ് നിലവിൽ ക്രിസ്റ്റി കൂടെ തുടങ്ങിയിട്ടില്ല, ഭാവിയിൽ അത് വരുമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിനകത്തൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ ഒരു ഇവരുടെ മെയിനായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർക്കോയുടെ ഒപ്പമുള്ളൊരു കോമ്പറ്റീഷൻ ലെവലിൽ തന്നെയാണ് ഇത് വരുന്നത്, ഒരു സംശയമില്ല. ബാർക്കോയുടെ HDR ബൈ ബാർക്കോ എന്ന് പറയുന്നത് അവരൊരു പുതിയ ടെക്നോളജി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. HDR എന്ന് പറയുന്ന സാധനം ഇതുവരെ സിനിമ തിയേറ്ററിൽ വന്നിട്ടില്ല. അപ്പോൾ അവർ HDR ബൈ ബാർക്കോ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഗ്രേഡിങ് ഫെസിലിറ്റിയും പ്രൊജക്ഷൻ സിസ്റ്റം, പ്രൊജക്ടർ ടെക്നോളജിയും സ്ക്രീനിങ് പരിപാടി എല്ലാം കൂടിയിട്ട് ഒരു പ്രോസസർ ഫുൾ പാക്കേജാണ് അവർ വരുന്നത്. ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്റ്റി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിലവിലുള്ള സിനി ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സിനി ലൈഫ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സീരീസിലുള്ള പ്രൊജക്ടറുകൾ എടുത്ത് മാറ്റാതെ തന്നെ അവിടെ ഈ പറഞ്ഞ VDRന് പ്രത്യേകം സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷനിലൂടെയാണ് ഈ പ്രൊജക്ടറിനകത്ത് ഇത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷന് ലൈസൻസും വേണം. VDRന് പ്രത്യേക ലൈസൻസ് ഉണ്ട്. നിലവിൽ ബാർക്കോ HDR ബൈ ബാർക്കോയിൽ നമ്മൾ HDR കണ്ടൻറ്റ് കളിക്കുമ്പോൾ, ആ തിയേറ്ററിൽ പടം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് HDR ഗ്രേഡിങ്ങിലേക്കായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഐമാക്സിലും ഡോൾബി സിനിമയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു സർട്ടൺ പെർസെൻറ്റേജ്, അതിപ്പോൾ എപ്പിക്കുകാരും ക്യൂബുകാരും മേടിക്കുന്നുണ്ട്. നമ്മുടെ ടിക്കറ്റ് പെർസെൻറ്റേജിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നതിന് കൂടാണ്ട് ഇവരുടെ മാസ്റ്ററിങ്ങിലേക്കുള്ള ഇതിലേക്കുള്ള ഒരു ചാർജ് അവർക്ക് കൊടുക്കണം, ഇത്ര സർട്ടൺ പെർസെൻറ്റേജ്. അതേപോലെ തന്നെ VDRലുണ്ടോ ക്രിസ്റ്റിയുടെ ഉണ്ടോ എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഭാവിയിലേക്ക് ആലോചിക്കാവുന്ന ഒരു പരിപാടിയാണ്. ഇവർ പറയണത് എന്താ വെച്ചാൽ, ഇവർ എന്തുകൊണ്ട് ഈ സാധനം ഉണ്ടാക്കി, ക്രിസ്റ്റി എന്തുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നതും കൂടി അവർ ഇതിൽ പറയുന്നുണ്ട്. അവർ പറയണത് എന്താ വെച്ചാൽ, നിലവിൽ ഇന്ത്യ പോലത്തെ സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ പ്രൊജക്ടർ മേടിക്കുക എന്നുള്ള അതിൻ്റെ പേയ്മെൻറ്റും പരിപാടികളും നമ്മൾ അതിനകത്ത് പൈസ ഇടണമല്ലോ. പ്രൊജക്ടർ മേടിക്കുമ്പോൾ എന്തായാലും അതിനകത്തേക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധനം വരുന്നുണ്ട്. അപ്പോൾ ആ കാശ് ഇടുന്നത് കൊണ്ട് നല്ലൊരു എക്സ്പെൻസ് വരും. ആ എക്സ്പെൻസ് വരുന്ന കാരണം കൊണ്ട് നമുക്ക് ആ പൈസ ഒഴിവാക്കാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഒറ്റയടിക്ക് ഇത്രയും പൈസ ഇടേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇവരുടെ ഒരു അപ്ഗ്രഡേഷൻ മാത്രം വെക്കുക, അപ്ഗ്രഡേഷൻ വെച്ചിട്ട് ഈ പ്രൊജക്ടർ ഇറക്കുക. സോ ആ അപ്ഗ്രഡേഷൻ കൊണ്ടുവന്ന് ഇപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 15 വർഷമോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലൊരു ലേസർ പ്രൊജക്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ 8 മുതൽ 10 വർഷം വരെയൊക്കെയാണ് അതിൻ്റെ മാക്സിമം. 10 വർഷമാണ് അതിൻ്റെ മാക്സിമം കാലാവധി. അപ്പോൾ ആ 10 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് ലേസർ ഉപയോഗിക്കാൻ പറ്റില്ല, അതിൻ്റെ ലേസറിൻ്റെ ഇത് മാറ്റേണ്ടി വരും. അത് ഒരു പ്രൊജക്ടർ എടുക്കുമ്പോൾ തന്നെ അവർ, നമ്മുടെ നാട്ടിലത് പറയുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ സാധാരണ ഇതിൻ്റെ ഒരു ലേസർ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ കാലാവധി ശരിക്ക് 6 വർഷമൊക്കെയാണ്, 5 to 6 വർഷമൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ അത് 8 വർഷം വരെയൊക്കെ ഓടും. നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ അതിൻ്റെ നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് നോക്കുകയാണെങ്കിൽ 10 വർഷം വരെ പോവും. മാക്സിമമാണ് 10 വർഷം. പക്ഷേ ഇവരുടെ ഈ ഇത് വെച്ചിട്ട് 15 വർഷം വരെ പോകും എന്നാണ് ഇവരുടെ അവകാശവാദം. ഐ മീൻ ഇങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. VDR വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ പവർ കുറച്ചിട്ടിട്ട് വെളിച്ചം കൂട്ടാൻ പറ്റും. അതുമാതിരി UHD ലെൻസ് വെച്ച് HDR കണ്ടൻറ്റ് നമുക്ക് നല്ല ഇതിൽ ക്വാളിറ്റിയിലേക്ക് ഇതാക്കാൻ പറ്റും. അതായത് പ്രീമിയം ലാർജ് ഫോർമാറ്റുകൾക്കൊക്കെ ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണെന്നാണ് അവർ പറയുന്നത്. പ്രീമിയം ലാർജ് ഫോർമാറ്റുകൾ എന്ന് അറിയാലോ, PLF എന്ന് ഉദ്ദേശിക്കുന്ന PLFകൾക്കൊക്കെ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിലവിൽ സിനി ലൈഫ് പ്രൊജക്ടറുകൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ പ്രൊജക്ടർ മേടിക്കാൻ
നിങ്ങളിപ്പോൾ തിയേറ്ററിലേക്ക് ഒരു പുതിയ പ്രൊജക്ടർ മേടിക്കാൻ പ്ലാൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ക്രിസ്റ്റിയുടെ സിനി ലൈഫ് എന്ന് പറഞ്ഞ പ്രൊജക്ടർ മേടിച്ച് വെച്ചിട്ട് ഈ വീഡിയോ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കണ്ട. അതൊരു ഫീസബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പുതിയ പ്രൊജക്ടർ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുതിയ പ്രൊജക്ടർ പ്ലാനായിട്ട് മുന്നോട്ട് പോവുക. ഇത് നിലവിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് മാത്രമുള്ള ഒരു സംഭവമാണ് VDR. അതായത് നിലവിൽ നിങ്ങളുടെ തിയേറ്ററിൽ ഇരിക്കുന്നത് ഇപ്പോൾ ക്രിസ്റ്റിയുടെ സിനി ലൈഫിൻ്റെ പ്രൊജക്ടറാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പക്ഷെ ഇതൊന്നും വന്നിട്ടില്ല, മാർക്കറ്റിലേക്ക് വരുന്നേ ഉള്ളൂ. ഡെമോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ബിഗ് സിനിമ എക്സ്പോയിൽ ഇത് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ആ സമയത്ത് ബാർക്കോൻ്റെ എംഫ്യൂഷനും അവിടെ കൊണ്ടുവരും അവർ. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു. എനിക്കറിയില്ല. എന്തായാലും ഞാനെന്തായാലും ഈ പറഞ്ഞ ബിഗ് സിനിമ എക്സ്പോയ്ക്ക് അവിടെ ഉണ്ടാവും, ചെന്നൈയിലുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ അവരെന്താ കൊണ്ടുവന്ന് എങ്ങനെയാണ് കൊണ്ടുവന്ന് മാർക്കറ്റ് എങ്ങനെയാണത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. നിലവിൽ ഇതിൻ്റെ ഒരു ഡെമോ കഴിഞ്ഞിരുന്നു. സിനിമ കോൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്പിൽ വന്നിട്ടുള്ള സിനിമ കോണിലുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡെമോ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ട്രെയിനിങ് കിട്ടി, പക്ഷേ എനിക്ക് ഇതിൻ്റെ ആ ഡെമോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഡെമോ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. നിലവിലത്തെ അവസ്ഥയിൽ ഈ ടെക്നോളജി ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററുകളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്രിസ്റ്റി ഒട്ടും പുറകിലല്ല. ബാർക്കോ HDR കൊണ്ടുവരുമ്പോൾ ക്രിസ്റ്റി VDR കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ബാർക്കോൻ്റെ SP4K പ്രൊജക്ടറുകളെ വെല്ലാനായിട്ട് വേറൊരു പ്രൊജക്ടർ ഇല്ല. ക്രിസ്റ്റി ഇത്രയും വലിയ ടോപ്പ് ബ്രാൻഡായിട്ട് പോലും അവരുടെ പ്രൊജക്ടറുകൾ ഈ SP4Kയുടെ അത്രയും ഒരു മേന്മ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത് VDR എന്നൊരു ടെക്നോളജി ശരിക്കും അത് നല്ല രീതിയിൽ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സംഭവമാണ്. കാരണം ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് തിയേറ്ററുകളിൽ സിനി ലൈഫ് പ്രൊജക്ടർ ഇരിക്കുന്നുണ്ട്. മറ്റേ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്, എടപ്പള്ളി വനിതയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ക്രിസ്റ്റിയുടെ സിനി ലൈഫ് ലേസർ പ്രൊജക്ടറുകളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെയും വേറെ തിയേറ്ററുകൾ ഇരിക്കുന്നുണ്ട്, പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഭാവിയിലേക്ക് ഒരു അപ്ഗ്രേഡേഷൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. പക്ഷേ ഇത് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് ക്രിസ്റ്റിയിൽ നേരിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അപ്ഗ്രേഡേഷനിൽ പോവുക. UFO ക്യൂബ് ഇവ കമ്പനികളുടെ വാക്കൊന്നും കേട്ടിട്ട് ചാടി കയറി നിങ്ങളൊന്നിലേക്കും കാലെടുത്ത് വയ്ക്കാതിരിക്കുക. അപ്പോൾ ഇത് ഒരു വർക്കാവുകയാണെങ്കിൽ നല്ലൊരു സൊല്യൂഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ HDR ബൈ ബാർക്കോയ്ക്ക് എന്ന് പറയുമ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം നിൽക്കുന്നത് ഇവർ ഈ പറഞ്ഞ 60,000 1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻഷ്യൽ കോൺട്രാസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ UHD ലെൻസ് പ്ലസ് HDR കണ്ടന്റ് അവരെടുത്ത് പറയുന്നത്. നോർമലിലും ഇത് വർക്ക് ചെയ്യും, പക്ഷേ അതിന് ശരിക്കുള്ള പൊട്ടൻഷ്യൽ ശരിക്കുള്ള അതിൻ്റെ ക്വാളിറ്റി സ്ക്രീനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ UHD ലെൻസ് വിത്ത് HDR കണ്ടന്റ് എന്നുണ്ട്. UHD ലെൻസ് ക്രിസ്റ്റിയിൽ നിന്ന് കിട്ടും, നമുക്ക് അൾട്രാ ഹൈ ഡെഫിനിഷൻ ലെൻസ് നമുക്ക് ക്രിസ്റ്റിയിൽ നിന്ന് കിട്ടും. പക്ഷേ HDR കണ്ടന്റ് ആര് തരും എന്നുള്ള ചോദ്യം ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ്. ചൈനയിലുള്ള സ്റ്റുഡിയോസൊക്കെ HDR കണ്ടന്റ് ഗ്രേഡിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ HDR ബൈ ബാർക്കോൻ്റെ ഡെമോ കഴിഞ്ഞ സമയത്ത് ഞാൻ 2-3 ചൈനീസ് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവിടെ ചൈനയിൽ അവർക്ക് HDR ഗ്രേഡിങ് പരിപാടികളുണ്ട്. HDR എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു DCP അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ സിനിമ നമ്മൾ HDR റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ മാസ്റ്റർ കോപ്പി ഇവർക്ക് ഈ HDR എന്ന് പറയുന്ന ഇമേജ് എൻഹാൻസിങ്ങും അതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന ആ ഒരു മെത്തേഡാണല്ലോ. അപ്പോൾ അവർക്ക് ആദ്യം ഇത് കൊടുക്കണം. ആ ഒറിജിനൽ ഫയൽ കൊടുത്ത് അതിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലവർ പ്രത്യേകം കളർ ഗ്രേഡിങ്ങും അവരുടേതായ കുറേ സ്റ്റാൻഡേർഡ്സും അനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടുകയാണ് ചെയ്യുക. പ്രശ്നം കേരളത്തിലെ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ സംവിധായകരൊക്കെ ഇതിനെപ്പറ്റി അവെയറാണോ, ഇത്രയും നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഇവർ കണ്ടൻറ്റ് കൊടുക്കാൻ വില്ലിങ് ആണോ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ചൈനീസ് കമ്പനികളൊക്കെ HDR ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടേക്കൊക്കെ കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ അതിന് കണ്ടൻറ്റ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ നമുക്ക് കണ്ടറിയാം. ഇത് ഇന്ത്യയിൽ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ക്രിസ്റ്റിയുടെ VDRനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് ഒരു ബേസിക് ഇത് എന്താണ് സംഭവം എന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് ബ്രീഫ് മാത്രമാണ്.
ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.